ഹലോ എവരി വൺ, വെൽക്കം ടു നെക്സ്റ്റ് സെക്ഷൻ. നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് മൊഡ്യൂൾ 1-ൻ്റെ റിവിഷനാണ്. അപ്പോൾ അതിൽ ലെക്ചർ 6 ആണ്. അതിനെ ഞാൻ 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. പാർട്ട് 1. അപ്പോൾ ഈ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹാർഡ്വെയർസ് ഇൻ CAD കമ്പോണൻസ്. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ഡിസൈൻ കമ്പോണൻസിനകത്തെ ഹാർഡ്വെയർ സിസ്റ്റംസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അതിനു മുമ്പായിട്ട് നമുക്ക് കുറച്ച് KTU, നമ്മുടെ കേരള ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റി പ്രീവിയസ് ഇയറിൽ ഈ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻ: ഡ്രോ ലേഔട്ട് റെപ്രസെൻറ്റിങ് ഹാർഡ്വെയർ ഡീറ്റെയിൽസ് ഇൻ എ CAD വർക്ക് സ്റ്റേഷൻ. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് ഏപ്രിൽ 2018 ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പം CAD വർക്ക് സ്റ്റേഷൻ്റെ ലേഔട്ട് റെപ്രസെൻറ്റ് ചെയ്യുക, അതിനകത്ത് വരുന്ന ഹാർഡ്വെയർസിൻ്റെ ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് പറയുക. ഇതാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ്, ഇല്ലുസ്ട്രേറ്റ് ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എനി ഇൻട്രാക്റ്റീവ് ഡിവൈസസ്. 2 മാർക്കിന് വെച്ചിരിക്കുകയാണ്. വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ഏതെങ്കിലും ഒരു ഇൻട്രാക്റ്റീവ് ഡിവൈസസിൻ്റെ, അതായത് യൂസർ ഇൻട്രാക്റ്റീവ് ഡിവൈസസ് എന്നും പറഞ്ഞും ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഡിവൈസസിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. സെയിം ഇയറിൽ തന്നെയാണ്. അതുപോലെ അതേ ഏപ്രിൽ 2018 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്: റൈറ്റ് ബേസിക് സ്പെസിഫിക്കേഷൻ ഓഫ് 3 ഹാർഡ്വെയർസ് കമ്പോണൻസ് ഇൻ CAD-നകത്ത് യൂസ് ചെയ്യുന്ന 3 ഹാർഡ്വെയർ കമ്പോണൻസിൻ്റെ സ്പെസിഫിക്കേഷൻസ് എഴുതാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഡിസംബർ 2019 ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ: ലിസ്റ്റ് 6 ഇൻട്രാക്ഷൻ ഡിവൈസസ് യൂസ്ഡ് ഇൻ CAD സിസ്റ്റം. CAD സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഇൻട്രാക്ഷൻ ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളതാണ് ഡിസംബർ 2019 ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എന്ന് പറയുന്നത് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെഷൻസിൽ നിന്നാണ് നമുക്ക് എഴുതാൻ സാധിക്കുന്നതായിരിക്കും. നമുക്ക് ആദ്യം ഒരു ഓൾ വ്യൂ ഓഫ് ദ സിസ്റ്റം നോക്കാം. എന്തൊക്കെയാണ് ഒരു CAD സിസ്റ്റത്തിനകത്ത് വരുന്നത്? ഒരു ലേ ഔട്ടാണ്. പിന്നെ അത് 2 സെക്ഷനായിട്ടാണ് നമ്മൾ ഇതിനെ തിരിച്ചിരിക്കുന്നത്. ഒന്ന് യൂസർ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലും, സിസ്റ്റം എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലും. നമ്മൾ ഏറ്റവും ടോപ്പിൽ നോക്കി ചെയ്തിട്ടുണ്ട് യൂസർ എൻവയോൺമെൻറ്റ് എന്നും സിസ്റ്റം എന്നും. അപ്പം യൂസർ എൻവയോൺമെൻറ്റിനകത്ത് വരുന്നതാണ് ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പം ഒരു വർക്ക് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. സെക്കൻഡ് ഡോട്ടഡ് കോളത്തിനകത്ത് വരുന്ന പെരിഫറൽസ് എന്നുള്ള 2 സെക്ഷനാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ സിസ്റ്റം എൻവയോൺമെൻറ്റിൽ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ഓർ CPU, അല്ലെങ്കിൽ ഹോസ്റ്റ് ഓർ പ്രോസസ്സർ ഓർ CPU എന്ന് പറയും. അപ്പോൾ അതിനകത്തേക്ക് ടേപ്പ് ഡ്രൈവ്സും സിസ്റ്റം ഡിസ്കും വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് കൊടുക്കുന്നത്, ഇൻഫർമേഷൻസ് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ വർക്ക് സ്റ്റേഷൻ ഉണ്ട്. വർക്ക് സ്റ്റേഷനകത്ത് എന്തൊക്കെയുണ്ട്? ഗ്രാഫിക് ഡിസ്പ്ലേ ഉണ്ട്, ഹാർഡ് കോപ്പി ഡിവൈസസ് ഉണ്ട്, ടെസ്റ്റ് ഇൻപുട്ട് ഡിവൈസസ് ഉണ്ട്, കർസർ കൺട്രോൾ ഓർ ഇൻട്രാക്റ്റീവ് ഡിവൈസ്. അപ്പോൾ ഈ ഇൻട്രാക്റ്റീവ് ഡിവൈസസിനെയും നമ്മുടെ CPU നമ്മൾ എന്താണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതേപോലെ ടൈപ്പ് ഡ്രൈവിൽ നിന്നും അതുപോലെ സിസ്റ്റം ഡിസ്കിൽ നിന്നും മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ അല്ലെങ്കിൽ CPU ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഡേറ്റാസിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം കർസർ കൺട്രോൾ ഓർ ഇൻട്രാക്റ്റീവ് ഡിവൈസസിൽ നിന്നും CPU-യിലേക്കും അതേപോലെ CPU-യിൽ നിന്നും ഇൻട്രാക്റ്റീവ് ഡിവൈസസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഡേറ്റാസ് മൂവ് ചെയ്യുന്നുണ്ട്. ദെൻ അവിടെ നിന്നും എങ്ങോട്ട് പോകും, ഗ്രാഫിക് ഡിസ്പ്ലേയിലേക്ക് പോകും. ഗ്രാഫിക് ഡിസ്പ്ലേയിൽ നിന്നും ഹാർഡ് കോപ്പി ഡിവൈസസിലേക്ക് പോകും. അതേപോലെ തന്നെ CPU-യിൽ നിന്ന് വേറെണ്ണമാണ് വരുന്നത് എങ്ങോട്ട്, ടെസ്റ്റ് ഇൻപുട്ട് ഡിവൈസസിലേക്ക് വരുന്നു. അവിടെ നിന്ന് നേരെ ഗ്രാഫിക് ഡിസ്പ്ലേയിലേക്ക് പോകും. ദെൻ CPU-യിലേക്ക് ഗ്രാഫിക് ഡിസ്പ്ലേയിലേക്ക് ഒരു ഡയറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ CPU-യിൽ നിന്ന് പോകുന്നത് പ്ലോട്ടേഴ്സിലേക്ക് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രിൻറ്റേഴ്സിലേക്ക് കൊടുത്തേക്കും, അല്ലെങ്കിൽ അതർ പെരിഫറൽ ഡിവൈസസിലേക്കും നമ്മൾ കണക്ഷൻ കൊടുക്കും. അപ്പോൾ ഇതൊരു ഓവറോൾ സിസ്റ്റത്തിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. At one point, all CAD/CAM system had been mainframe-based since that was the only type of computer available. A typical mainframe-based CAD/CAM system consists of one or more design or drafting station. ഒരു മെയിൻ ഫ്രെയിം ബേസ്ഡ് സിസ്റ്റം എന്നാണ് നമ്മൾ ഇങ്ങനെയുള്ള ടൈപ്പിൽ പറയുന്നത്. ഇതിനകത്ത് 1 അതിൽ കൂടുതലോ ഡിസൈൻ ഓർ ഡ്രാഫ്റ്റിംഗ് സ്റ്റേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഓരോ സ്റ്റേഷനിലും അറ്റ് എ മിനിമം ഒരു ഗ്രാഫിക് ഡിസ്പ്ലേ കാണും, ആൽഫ ന്യൂമറിക് കൺട്രോൾ ഡിസ്പ്ലേ, പോസിബിൾ ഇൻ്റർവ്യൂ ഗ്രാഫിക് സ്ക്രീൻ ആൻഡ് കീബോർഡ്, ഒരു ആൽഫ ന്യൂമറിക് കൺട്രോൾ ഡിസ്പ്ലേ. ഇത്രയും സാധനങ്ങൾ എന്തായിരിക്കും ഇതിനകത്ത് വേണ്ട ഒരു മിനിമം റിക്വയർമെൻ്റ് ആണ്. ദ ഡിസൈനർ ഓർ ഡ്രാഫ്റ്റിംഗ് സ്റ്റേഷൻ ഈസ് ലിങ്ക്ഡ് ടു ദ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റേഷൻ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്തായിരിക്കും, ലിങ്ക്ഡ് ആയിരിക്കും. ടു ദ ലേറ്റർ ആർ ഓൾസോ ലിങ്ക്ഡ് ടു പ്ലോട്ടേഴ്സ്, പ്രിൻറ്റേഴ്സ് ഓർ സ്റ്റോറേജ് ഡിവൈസസ് ഓർ ഡിജിറ്റൈസിംഗ് ബോർഡ്സ്, ആൽഫ ന്യൂമറിക് ടെർമിനൽ ആൻഡ് പോസിബിളി അതർ ഔട്ട്പുട്ട് ബേസ്. അപ്പോൾ ഇതിനകത്ത് ഡിസൈനർ കൊടുക്കുന്ന ഇൻപുട്ടിനെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറായിട്ട് എന്തായിരിക്കും
ഈ സ്റ്റേഷൻ ലിങ്ക് ചെയ്യും. അതിനുശേഷം അതിനൊരു ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായിട്ടൊക്കെയാണ് പ്ലോട്ടേഴ്സ്, പ്രിൻറ്റേഴ്സ്, പിന്നെ അതിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്റ്റോറേജ് ഡിവൈസസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായിരിക്കും, അതും ലിങ്ക്ഡ് ആയിരിക്കും. ഓർ ഡിസൈൻ ഓർ ഡ്രാഫ്റ്റിംഗ് സ്റ്റേഷൻസ് മേ ബി എക്യുപ്ഡ് ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഡിസൈൻ ഓർ ഡ്രാഫ്റ്റിംഗ് സ്റ്റേഷനകത്ത് എന്തൊക്കെ വേണം, ഇൻപുട്ട് ഡിവൈസസ് വേണം. ഏതൊക്കെയാണ്, ലൈറ്റ് പെൻസ്, ജോയ്സ്റ്റിക്സ്, അതെങ്കിൽ ഏതെങ്കിലും ഒരു കർസർ കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കർസർ പോയിന്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ്. ദേ മേ ആൾസോ ഹാവ് എ പ്രോഗ്രാംഡ് ഫംഗ്ഷൻ കീബോർഡ് ഇൻസ്റ്റെഡ് ഓഫ് എ കൺവെൻഷണൽ കീബോർഡ് ഓർ എ ഡിജിറ്റൈസിങ് ടാബ്ലറ്റ് ടു എൻ്റർ കമാൻഡ്. ഒന്നുകിൽ നമുക്ക് ഒരു പ്രോഗ്രാംഡ് ഫങ്ഷനിങ് കീബോർഡ് വേണം. ഇതിന് പകരം നമ്മുടെ നോർമൽ കീബോർഡിന് പകരമായിട്ട് പ്രോഗ്രാമിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാംഡ് ഫങ്ഷണൽ കീബോർഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കമാൻഡ്സിനെ ഇതിനുള്ളിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു വർക്ക് സ്റ്റേഷനകത്ത് ഇൻപുട്ട് കൊടുക്കാനായിട്ടുള്ള അല്ലെങ്കിൽ കർസേഴ്സിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളിങ് ഡിവൈസസ് വേണം. അതേപോലെ നമുക്കൊരു കമ്പ്യൂട്ടർ വേണം. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇതിനെല്ലാം പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ടായിട്ട് ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടി സ്റ്റോറേജ് ഡിവൈസസോ പ്രിൻറ്റേഴ്സോ പ്ലോട്ടേഴ്സോ ഇതിനകത്ത് വേണം. നമ്മുടെ മെയിൻ ഫ്രെയിം ബേസ്ഡ് ക്യാഡ് ക്യാം സിസ്റ്റത്തിനകത്ത് വേണം. പിന്നെ നമ്മൾ ആ കണ്ട ഫിഗറിനകത്ത് എന്ന് പറയുന്നത് ഓവറോൾ സിസ്റ്റം കമ്പോണൻസും അതിൻ്റെ വർക്ക് സ്റ്റേഷനാണ് നമ്മളത് കൊടുത്തിരിക്കുന്നത്. ദ കമ്പ്യൂട്ടർ എൻവയോൺമെൻറ്റ് ഇസ് ടിപ്പിക്കലി ഡിവൈഡ് ഇൻറ്റു ടു. അത് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ ഏതൊക്കെയാണ്, യൂസർ എൻവയോൺമെൻറ്റ് ആൻഡ് സിസ്റ്റം എൻവയോൺമെൻറ്റ്. അതാണ് യൂസർ എൻവയോൺമെൻറ്റ് ആൻഡ് സിസ്റ്റം എൻവയോൺമെൻറ്റ്. നമ്മൾ എന്താണ്, ഇതിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദ കമ്പ്യൂട്ടർ സിസ്റ്റം, ദ ഫസ്റ്റ് സെഗ്മെൻറ്റ്സ് ദ കമ്പോണൻസ് ആൻഡ് ദ ഏരിയ ടു വിച്ച് ദ യൂസർ ക്യാൻ ഹാവ് അസസ്. പിന്നെ അത് യൂസർ എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞ ഏരിയയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമ്മുടെ യൂസർ അല്ലെങ്കിൽ ഡിസൈനറിന് അസസ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ദീസ് ഇൻക്ലൂഡ് പ്രൈമറി വർക്ക് സ്റ്റേഷൻസ് ആൻഡ് പെരിഫറൽസ്. ഇതിനകത്ത് വരുന്നതാണ് പ്രൈമറി വർക്ക് സ്റ്റേഷനും അതിന് വരുന്ന പെരിഫറൽസും. ദിസ് ഈസ് ഓൾവേസ് എ മാക്സിമം നമ്പർ ഓഫ് വർക്ക് സ്റ്റേഷൻസ് ദാറ്റ് എ ഹോസ്റ്റ് ക്യാൻ സപ്പോർട്ട് ടു അവോയ്ഡ് ഡിഗ്രേഡേഷൻ ഓഫ് റെസ്പോൺസ് ടൈം ബിറ്റ്വീൻ യൂസേഴ്സ് ആൻഡ് ദ സിസ്റ്റം. Users spend most of, if not all of their time on workstation to perform their work. They normally know how to use and operate the various commands of the stations and peripherals. A typical workstation consists mainly two major segments, input and output device. അപ്പോൾ ഒരു യൂസറിന് എന്തായിരിക്കും ഫെമിലിയർ ആയിരിക്കും ഈ വർക്ക് സ്റ്റേഷൻ. ആ വർക്ക് സ്റ്റേഷനിലായിരിക്കും ഒരു യൂസർ മോസ്റ്റ് ഓഫ് ദി ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതേപോലെ ഈ വർക്ക് സ്റ്റേഷനകത്ത് മെയിനായിട്ട് വരുന്ന രണ്ട് സെഗ്മെൻറ്റാണ് ഇത്, ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും. The former include cursor control devices for graphics input and testing. നമ്മൾ നേരത്തെ പറഞ്ഞ കർസർ കൺട്രോൾ ഡിവൈസ് ആണ് എന്ത് ചെയ്യുന്നത്, ഗ്രാഫിക്സ് ഇൻപുട്ടിനെയും അതേപോലെ ടെസ്റ്റ് ഇൻപുട്ടിനെയും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. കർസർ ക്യാൻ ബി കൺട്രോൾ ബൈ ഒരു ലൈറ്റ് പെൻ. ഈ കർസറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ത് വെച്ചിട്ട്, ലൈറ്റ് പെൻ, ജോയ്സ്റ്റിക്, മൗസ്, ഇലക്ട്രോണിക് പെൻ വിത്ത് ഡിജിറ്റൈസിങ് ടാബ്ലറ്റ്, തമ്പ് വീലോ, ട്രാക്ക്. ഇതെല്ലാം ഏതെങ്കിലും ഒരു എക്യുപ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കർസറിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും. ടെസ്റ്റ് ആൻഡ് ബി ഇൻപുട്ട് ത്രൂ കീബോർഡ്. ടെസ്റ്റ് നമ്മൾ അങ്ങനെ ആയിരിക്കും, കീബോർഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത്. അതായത് പ്രോഗ്രാംഡ് ഫംഗ്ഷൻ കീസ് വെച്ചിട്ടായിരിക്കും ടെസ്റ്റിന് നമ്മൾ ഇൻപുട്ട്. ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുമ്പം ഇതിനെല്ലാം പ്രോസസ്സിങ് കഴിഞ്ഞിട്ട് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ് കോപ്പി പ്രിൻ്റർ. അത് നമ്മൾ ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ ടു പ്രൊവൈഡ് കൺവീനിയൻറ്റ് ഫാസ്റ്റർ പോർട്ട് ടു ഫുൾ സ്ക്രീൻ കൺട്രോൾസ്. ഇനി നമ്മൾ കാണാൻ പോകുന്ന ഫിഗർ എന്ന് പറയുന്നത് ഒരു വർക്ക് സ്റ്റേഷൻ വിത്ത് സ്പെസിഫിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ഉള്ള. അതാണ് ഒരു വർക്ക് സ്റ്റേഷൻ വിത്ത് സ്പെസിഫിക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പോൾ ഇൻപുട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോണിക് പെൻ അല്ലെങ്കിൽ സ്റ്റൈലസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പെന്നാണ് നമ്മൾ ഇൻപുട്ട് ഡിവൈസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഗ്രാഫിക് ഡിസ്പ്ലേ ആയിട്ട് ഒരു ഡിസ്പ്ലേ മോണിറ്ററും ഡിസ്പ്ലേ മോണിറ്ററിനെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഡിസ്പ്ലേ പ്രോസസ്സറും ഉണ്ട്. ദെൻ കീബോർഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഡിസ്പ്ലേ മോണിറ്ററിൽ നമുക്കൊരു ഹാർഡ് കോപ്പി പ്രിൻ്ററുണ്ട്, അത് ഡിസ്പ്ലേ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. പിന്നെ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു കീബോർഡ് യൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഹോസ്റ്റിലേക്ക് കണക്ഷൻ കൊടുക്കാൻ വേണ്ടി ഡിസ്പ്ലേ പ്രോസസ്സറിൽ നമ്മൾ ഡേറ്റാസ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഫിഗർ. പിന്നെ അത് കർസർ കൺട്രോൾ ഡിവൈസ് ആൻഡ് ഇലക്ട്രോണിക് പെൻ ആൻഡ് ഡിജിറ്റൈസിങ് ടാബ്ലറ്റ് ആൻഡ് കീബോർഡ് ഈസ് ദ ടെസ്റ്റ് ഇൻപുട്ട് ഡിവൈസ്. അപ്പോൾ ഈ ഫിഗറിനകത്ത് കർസറിനെ കൺട്രോൾ ചെയ്യുന്ന ഇലക്ട്രോണിക് പെന്നും അതേപോലെ ഡിജിറ്റൈസിങ് ടാബ്ലറ്റുമാണ്. പിന്നെ ലെറ്റേഴ്സിനെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കീബോർഡും യൂസ് ചെയ്യുന്നുണ്ട്. ദ ഗ്രാഫിക് ഡിസ്പ്ലേ ഷോൺ ദ ഡിസ്പ്ലേ മോണിറ്റർ പ്രോസസ്. പിന്നെ അത് യൂസ് ചെയ്യുന്ന ഈ ഗ്രാഫിക് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ മോണിറ്റർ. ഔട്ട്പുട്ടിനെ തരാൻ വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് കോപ്പി പ്രിൻറ്റേഴ്സും യൂസ് ചെയ്യുന്നുണ്ട്. കമ്പ്യൂട്ടർ ഹാർഡ്വെയർ. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനകത്തുള്ള സിസ്റ്റത്തിൽ നമുക്ക് രണ്ടായിട്ട് കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ 2 കാറ്റഗറീസ് ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്, ഹാർഡ്വെയർസും സോഫ്റ്റ്വെയർസും.
അപ്പോൾ ഫിസിക്കൽ കമ്പോണൻസിനാണ് നമ്മൾ എന്താ പറയുന്നത് ഹാർഡ്വെയർ എന്ന് പറയുന്നത്. ഫിസിക്കൽ കമ്പോണൻസ് പറഞ്ഞാൽ ഏതൊക്കെ വരും? ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ് ആൻഡ് മാഗ്നറ്റിക് ഡിവൈസസ് വിത്തിൻ ദ കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് ഓൾ പെരിഫറൽ ഡിവൈസസ് സച്ച് ആസ് പ്രിൻറ്റേഴ്സ്, മാഗ്നറ്റിക് ടേപ്പ്, ഡിസ്ക് ഡ്രൈവ്സ് എക്സെട്ര. ഇതിനെല്ലാമാണ് നമ്മൾ എന്താ പറയുന്നത് ഹാർഡ്വെയർസ് എന്ന് പറയുന്നത്. ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്, ഇലക്ട്രോമാഗ്നറ്റിക് ഡിവൈസസ് ഇതൊക്കെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്തുള്ള. ഇത് കൂടാതെ തന്നെ ഇതിനെ അറ്റാച്ച് ചെയ്തിട്ട് വരുന്ന പെരിഫറൽ ഡിവൈസസിനെയും നമ്മൾ എന്താണ് പറയുന്നത് ഹാർഡ്വെയർസ് എന്നാണ് പറയുന്നത്. ഇനി ഇതെന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചറാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു CPU ലെഫ്റ്റ് സൈഡിലുണ്ട്, ഡിസ്ക് കൺട്രോളറുണ്ട് ഫോർ ഡിസ്ക്സിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ ഒരു USB കൺട്രോളറുണ്ട്. അപ്പോൾ USB കൺട്രോളറിലേക്കാണ് മൗസ്, കീബോർഡ്, പ്രിൻ്ററൊക്കെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്രാഫിക്സ് അഡാപ്റ്റർ മോണിറ്ററിലേക്ക് കൊടുത്തിരിക്കുകയാണ് ഗ്രാഫിക്സ് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിനെല്ലാം കൂടെ കണക്ട് ചെയ്തിട്ടൊരു മെമ്മറി യൂണിറ്റും കൂടെ എന്തിനുണ്ടായിരിക്കും നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ആർക്കിടെക്ചറിനകത്ത് ഉണ്ട്. ഇത് നമ്മുടെ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബ്ലോക്ക് ഡയഗ്രമാണ്. ഇപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് ആണ് ഒരു സൈഡിൽ വരുന്നത്, അതായത് കീബോർഡ്, മൗസ് തുടങ്ങിയുള്ള ഇൻപുട്ട് ഡിവൈസസിനെ എല്ലാം നമ്മൾ അങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ഒരു സെൻട്രൽ മെമ്മറി സ്റ്റോറേജിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ ഔട്ട്പുട്ട് ഡിവൈസസ് അച്ചാസ് ഏതൊക്കെയാണ് സ്ക്രീന്, പ്രിൻ്റർ, പ്ലോട്ടർ തുടങ്ങിയ ഔട്ട്പുട്ട് ഡിവൈസസിലേക്കും കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സെൻറ്ററിൽ വരുന്നതാണ് സ്ലോ സെക്കൻഡറി സ്റ്റോറേജ്, കൺട്രോൾ യൂണിറ്റ്, അരിത്തമാറ്റിക് യൂണിറ്റ്, സെൻട്രൽ മെമ്മറി സ്റ്റോറേജ് ഇതെല്ലാം കൂടി ചേർന്നിട്ടായിരിക്കും എന്ത് വരുന്നത് സെൻട്രൽ പോർഷനിൽ വന്നിരിക്കുന്നത്. ഇൻപുട്ട് ഡിവൈസസിനും ഔട്ട്പുട്ട് ഡിവൈസസിനും ഇടയ്ക്കായിട്ട് ഇതിനെല്ലാം കൂടെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സെൻറ്ററിലെ യൂണിറ്റ് കൊടുത്തിരിക്കുന്നത്. ദി ഇൻപുട്ട് ഇൻഫർമേഷൻ ക്യാൻ ബി ഗിവൺ ഫ്രം കീബോർഡ്, മൗസ്, ടച്ച് പാഡ്, ടച്ച് സ്ക്രീൻ ഓർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻപുട്ട് ഇൻഫർമേഷനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് എന്തൊക്കെയാണ്? കീബോർഡ് വഴി കൊടുക്കാം, മൗസ് വഴിയോ, ടച്ച് പാഡ് വഴിയോ, ടച്ച് സ്ക്രീന്, ജോയ്സ്റ്റിക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡിവൈസ് വഴി നമ്മൾ എന്ത് കൊടുക്കുന്നു? ഇൻപുട്ട് ഇൻഫർമേഷനെ കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ വരുന്ന ഇൻപുട്ട് ഡിവൈസസിൽ നിന്നുള്ള ഡേറ്റാസിനെ എന്ത് ചെയ്യണം? പ്രോസസ്സ് ചെയ്യണം. ഇവിടെ വെച്ചിട്ട് സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ്. അപ്പോൾ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റിൽ വെച്ചിട്ട് ഈ ഡേറ്റാസിനെല്ലാം കൂടെ ഇൻപുട്ട് കൊടുക്കുന്ന ഡേറ്റാസിനെല്ലാം കൂടെ പ്രോസസ്സ് ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഔട്ട്പുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഈ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ എന്ത് ചെയ്യാണ്? ഡിസ്പ്ലേഡ് ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ടിനെ നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം എന്താണ്? അല്ലെങ്കിൽ ഒന്നുകിൽ ഡിസ്പ്ലേ ചെയ്യും, അല്ലെങ്കിൽ സ്റ്റോർഡിനെ പഞ്ച്ഡ് കാർഡ് ഓർ പേപ്പർ, ടേപ്പ് ഓർ മാഗ്നറ്റിക് ടേപ്പ്, CDs, DVDs ഓർ പെൻ ഡ്രൈവ്സ് ഓർ ഇറ്റ് മേ ബി പ്രിൻറ്റഡ് വിത്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രിൻറ്റേഴ്സ്. ഓക്കെ, നെക്സ്റ്റ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്താണെന്ന് നോക്കാം. The central processing unit is the brain of a computer system and it is normally referred by CPU. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബ്രെയിൻ ആണ് എന്തെന്ന് പറയുന്നത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് അല്ലെങ്കിൽ CPU എന്ന് പറയുന്നത്. ഇതിനകത്ത് പറയുമ്പം ഡേറ്റ ആഫ്റ്റർ ദ ഡേറ്റ ഈസ് ഫീഡ് ഇൻ ടു ദ ഇൻപുട്ട് ഡിവൈസസ്. അതായത് നമ്മുടെ ഇൻപുട്ട് ഡിവൈസസിൽ നിന്നും വരുന്ന ഡേറ്റാസിനെയും എന്ത് ചെയ്യുന്നു? CPU ട്രാൻസ്ഫേഴ്സ് ദ ഫൈനൽ റിസൾട്ട്സ് ആഫ്റ്റർ പ്രോസസ്സിങ് ടു ദ ഔട്ട്പുട്ട് ഡിവൈസ്. അപ്പം ഡേറ്റാസിനെയും നമ്മൾ ഇൻപുട്ട് ഡിവൈസിൽ നിന്ന് ഡേറ്റാസിനെയും അതേപോലെ പ്രോസസ്സിങ്ങിന് ശേഷമുള്ള ഡേറ്റാസിനെ എങ്ങോട്ട് ചെയ്യുന്നു? ഔട്ട്പുട്ട് ഡിവൈസസിലേക്ക് ട്രാൻസ്ഫോം ചെയ്യുന്നു. ദ CPU ആൾസോ ട്രാൻസ്ഫോംസ് ഡേറ്റ ടു കമ്പ്യൂട്ടർ ഡിസ്പ്ലേ ടു ഡിസ്പ്ലേ ദ ഡേറ്റ ഓൺ ദ കമ്പ്യൂട്ടർ സ്ക്രീൻ ഇൻ എ CAD സിസ്റ്റം ടു ഡിസ്പ്ലേ ദ ഡ്രോയിങ്സ്. അത് ഡ്രോയിങ്സിനെയൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനും എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എ സെൻട്രൽ കൺട്രോൾ സെക്ഷൻ ഈസ് റിക്വയർഡ് ടു പെർഫോം കാൽക്കുലേഷൻ ഓർ മാനിപ്പുലേറ്റ് ഡേറ്റ. ഇപ്പോൾ നമുക്കൊരു സെൻട്രൽ കൺട്രോൾ സെക്ഷൻ എന്ത് വേണം? നമുക്ക് ഡേറ്റാസിനകത്തുള്ള കാൽക്കുലേഷൻ ചെയ്യാനൊക്കെ ആയിട്ട് നമുക്കൊരു സെൻട്രൽ കൺട്രോൾ സെക്ഷൻ വേണം. ദ CPU ഈസ് ദ കമ്പ്യൂട്ടിംഗ് സെൻറ്റർ ഓഫ് ദ സിസ്റ്റം. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ കൺട്രോൾ സെക്ഷൻ, ഇൻറ്റർണൽ സ്റ്റോറേജ് സെക്ഷൻ ആൻഡ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് സെക്ഷൻ. പിന്നെ അത് 3 സെക്ഷനാണ് വരുന്നത്. ഒരു കൺട്രോൾ സെക്ഷൻ വരും, ഇൻറ്റേർണൽ സ്റ്റോറേജ് സെക്ഷൻ വരും, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് സെക്ഷൻ വരും. അപ്പോൾ ഈ ഓരോ സെക്ഷനും എന്ത് ചെയ്യണം? സ്പെസിഫിക് ഫംഗ്ഷൻ ആൻഡ് ഹാസ് എ പർട്ടിക്കുലർ റിലേഷൻഷിപ്പ് ടു ദ അതർ സെക്ഷൻ വിത്തിൻ ദ CPU. ഇനി ഓരോന്നിനും ഓരോ ഫംഗ്ഷനും കാണും, അതേപോലെ ഇതെല്ലാം ഓരോ പർട്ടിക്കുലർ റിലേഷൻഷിപ്പും കാണും ഓരോരോ സെക്ഷനുമായിട്ട്. ഇതാണ് നമ്മുടെ CPUവിൻ്റെ ബ്ലോക്ക് ഡയഗ്രാം. സോ ദിസ് ഈസ് ദ ബ്ലോക്ക് ഡയഗ്രാം ഓഫ് CPU. ഇൻപുട്ട് ഉണ്ട്, ഔട്ട്പുട്ട് ഉണ്ട്,
അതിന് രണ്ടിനും ഇടയിലായിട്ടാണ് സി പി യു പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ സി പി യുവിനകത്തൊരു എ എൽ യു ഉണ്ട്, കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, മെമ്മറി യൂണിറ്റ് ഉണ്ട്, റാം, റോം, ക്യാച്ച് എല്ലാം ഉണ്ട്. അപ്പോൾ സി പി യുവിന് നമ്മൾ സ്റ്റോറേജുമായിട്ട് കണക്ട് ചെയ്തിരിക്കും. അപ്പോൾ പെർഫോമൻസ് കഴിഞ്ഞ് കഴിയുമ്പം അല്ലെങ്കിൽ പ്രോസസ്സിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്ത് പറ്റും, ഇൻപുട്ടിൽ നിന്ന് കൊടുക്കുന്ന ഡേറ്റാസിനെ സി പി യു പ്രോസസ്സ് ചെയ്തിട്ട് ഔട്ട്പുട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോറേജിൽ സ്റ്റോറേജ് ചെയ്യുകയോ ചെയ്യും. നെക്സ്റ്റാണ് കൺട്രോൾ യൂണിറ്റ്. ഈച്ച് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ വിച്ച് എക്സിക്യൂട്ടഡ് causes the control sections to energize certain control lines, enable the computer to perform the function of operation indicated by the instruction. These programs may be stored in the internal memory of the computer, or it may be read instruction from external media. ഓരോ പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷനും അല്ലെങ്കിൽ അതിന് എക്സിക്യൂട്ട് ചെയ്യുമ്പം എന്താണ്, നമുക്കൊരു കൺട്രോൾ സെഷൻ കാണും. ഇതാണ് ഈ ഒരു കൺട്രോൾ ലൈൻസ്, ഒരു സർട്ടൺ കൺട്രോൾ ലൈൻസ് വെച്ചിട്ട് ഈ കൺട്രോൾ സെക്ഷൻ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എനർജൈസ് ചെയ്യുന്നത്. അതായത് എൻ്റെ കമ്പ്യൂട്ടറിനെ എന്ത് ചെയ്യാൻ, ഒരു പർട്ടിക്കുലർ ഫങ്ഷനെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എനേബിൾ ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് കമ്പ്യൂട്ടറിനെ ഒരു പർട്ടിക്കുലർ സെഷനെ എനേബിൾ ചെയ്യാൻ അല്ലെങ്കിൽ പർട്ടിക്കുലർ പെർഫോമൻസിനെ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറിനെ ആക്ടിവേറ്റ് ചെയ്യിക്കുന്ന അല്ലെങ്കിൽ കമ്പ്യൂട്ടറിനെ എനേബിൾ ചെയ്യുന്ന ഒരു സിസ്റ്റത്തിനാണ് നമ്മളെന്ത് പറയുന്നത്, കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിന് അകത്ത് വരുന്നത് കുറേ കൺട്രോൾ ലൈൻസ് കാണും. ആ കൺട്രോൾ ലൈൻസ് ആയിരിക്കും നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനെ എനർജൈസ് ചെയ്യുന്നത്. In addition to the commands which instruct the computer what to do, the control unit also detects how and when each specific operation is to be performed. ഇത് കൂടാതെ തന്നെ കൺട്രോൾ യൂണിറ്റ് വേറെ കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ എപ്പോഴാണ് പെർഫോം ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്താണ്, ഈ കൺട്രോൾ യൂണിറ്റാണ്. It also locates any information stored within the computer or in an auxiliary storage device and moves this information to the point where the actual manipulation or modification is to be accomplished. അതേപോലെ തന്നെ കൺട്രോൾ യൂണിറ്റ് ചെയ്യുന്ന വേറൊരു കാര്യമാണ്, നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ ഓക്സിലറി സ്റ്റോറേജ് ഡിവൈസിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നതായ ഡേറ്റാസിനെ എന്ത് ചെയ്യാൻ, മൂവ് ചെയ്യുക. അതിനെ നമ്മൾ എന്ത് ചെയ്യുക, മാനിപ്പുലേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ചെയ്യാനോ വേണ്ടിയിട്ട് മൂവ് ചെയ്യുന്നതും ഞാൻ സഹായിക്കുന്നതും എന്താണ്, കൺട്രോൾ യൂണിറ്റാണ്. ദ 4 മേജർ ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ട്രാൻസ്ഫർ, അരിത്തമാറ്റിക്, ലോജിക് ആൻഡ് കൺട്രോൾ. 3 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷനാണ് കൊടുക്കുന്നത് കൺട്രോൾ യൂണിറ്റ് കൊടുക്കുന്നത്. ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് ആർ യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഓർ മൂവ് ഡേറ്റ ഫ്രം വൺ ലൊക്കേഷൻ ടു അനദർ. അപ്പോൾ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നത് എന്താണ്, ഒരു ഡേറ്റയെ മൂവ് ചെയ്യാനോ ട്രാൻസ്ഫർ ചെയ്യുക, ഒരു ലൊക്കേഷനിൽ നിന്ന് വേറെ ലൊക്കേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. അരിത്തമാറ്റിക് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പം കമ്പൈൻ 2 pieces of data to form a single piece of data using one of the arithmetic operation. 2 പീസ് ഓഫ് ഡേറ്റാസിനെ ഫോം ചെയ്തിട്ട് ഒരു സിംഗിൾ പീസ് ഓഫ് ഡേറ്റ ആക്കിയിട്ട് മാറ്റാം. With the help of logic instructions, the programmer may construct a program with any number of alternative sequences, and during the program run, the computer decides logically which of alternative sequences is to be selected according to the situation. നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് ഏത് പ്രോഗ്രാം ആണ് റൺ ചെയ്യുമ്പോൾ അതിനകത്ത് ഏത് സീക്വൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് ഈ ലോജിക് ഇൻസ്ട്രക്ഷൻസ് ആണ് കൊടുക്കുന്നത്. Logic instruction thereby provide the computer with the ability to make decision based on the results of previously generated data. അപ്പോൾ നേരത്തെ ജനറേറ്റ് ചെയ്യുന്ന ഡേറ്റ വെച്ചിട്ട് ഈ കമ്പ്യൂട്ടറിന് എന്താണ് ഡിസിഷൻസിനെ എടുക്കുന്നു. അപ്പം ലോജിക് ഇൻസ്ട്രക്ഷനാണ് എന്ത് ചെയ്യുന്നത്, നേരത്തെ ജനറേറ്റ് ചെയ്ത ഡേറ്റാസ് വെച്ചിട്ട് വേണ്ടുന്ന പർട്ടിക്കുലർ ഡിസിഷൻസ് എടുക്കാൻ സഹായിക്കുന്നതും ലോജിക് ഇൻസ്ട്രക്ഷനാണ്. ദാറ്റ് ഈസ് ദ ലോജിക് ഇൻസ്ട്രക്ഷൻ പെർമിറ്റ് ദ കമ്പ്യൂട്ടർ ടു സെലക്ട് ദ proper program sequence to be executed from among the alternatives provided by the programmer. Next ആണ് control instructions are used to send command to device not under direct command of the control section. control sectionൻ്റെ കമാൻഡ്സ് ഇല്ലാത്ത, ഡയറക്റ്റ് കമാൻഡ്സ് ഇല്ലാത്ത ടൈമിൽ കമാൻഡ്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതായത് ഏതൊക്കെയാണ്, ഇൻപുട്ട് ഓർ ഔട്ട്പുട്ട് യൂണിറ്റ്. Next ആണ് arithmetic and logic unit. The arithmetic and logic section performs all arithmetic operations
എല്ലാ അരിത്തമാറ്റിക് ഓപ്പറേഷൻസിനെയും പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതായത് ഇതാണ് ആഡിങ്, സബ്സ്ട്രാക്ഷൻ, മൾട്ടിപ്ലൈങ്, ഡിവൈഡിങ്. ദീസ് ടൈപ്പ് ഓഫ് അരിത്തമാറ്റിക് ആൻഡ് ലോജിക് ഓപ്പറേഷൻസിനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്, അരിത്തമാറ്റിക് ആൻഡ് ലോജിക് യൂണിറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ടെസ്റ്റ്സ് വേരിയസ് കണ്ടീഷൻസ് എൻകൗണ്ടർഡ് ഡ്യൂറിങ് പ്രസൻറ്റേഷൻ ആൻഡ് ടേക്ക് ആക്ഷൻ ബേസ്ഡ് ഓൺ ദ റിസൾട്ട്സ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫിഗറിനകത്ത് സോളിഡ് ആരോസ് എന്താണ്, ഡേറ്റ ഫ്ലോ ബിറ്റ്വീൻ ദ അരിത്തമാറ്റിക് ആൻഡ് ലോജിക് സെക്ഷൻ ആൻഡ് ഇന്റേണൽ സ്റ്റോറേജ് സെക്ഷൻ ഡ്യൂറിങ് പ്രോസസ്സിംഗ് ആൻഡ് vice versa. Memory or internal storage unit. The memory unit stores computer data or instruction unit. These instructions or data are needed in the പെർഫോമൻസ് ഓഫ് ദ കമ്പ്യൂട്ടർ കാൽക്കുലേഷൻ. അപ്പോൾ മെമ്മറി ഓർ ഇൻറ്റേർണൽ സ്റ്റോറേജ് യൂണിറ്റ് എന്ന് പറയുമ്പം നമ്മുടെ ഡേറ്റാസിനെയും അല്ല കമ്പ്യൂട്ടർ ഡേറ്റാസിനെയും ഇൻസ്ട്രക്ഷൻസിനെയും സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതൊരു ഇൻറ്റേർണൽ സ്റ്റോറേജാണ്. ഇൻറ്റേർണൽ സ്റ്റോറേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിനുള്ളിൽ തന്നെ നമ്മുടെ ഡേറ്റാസിനെയും ഇൻസ്ട്രക്ഷനെയും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്, memory or internal storage use. Before the stored program, computer can begin to process input data. It is first necessary to store it in the memory. നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം, മെമ്മറിയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് ഡേറ്റാസിനെ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ദ പ്രോസസ് ബൈ വിച്ച് ദീസ് ഇൻസ്ട്രക്ഷൻ ഡേറ്റ റീഡ് ഇൻ ദ കമ്പ്യൂട്ടർ ഈസ് കോൾഡിങ് ലോഡിങ്. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ കമ്പ്യൂട്ടർ റീഡ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോഡിങ് എന്ന് പറയും. നെക്സ്റ്റ് ആണ് ഗ്രാഫിക്സ് ഇൻപുട്ട് ഡിവൈസ്. ഇൻപുട്ട് ഡിവൈസസ് ഇൻ എ CAD സിസ്റ്റം അലോസ് ദ യൂസർ ടു ഇൻ്റർഫേസ് വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തുമായിട്ട് ഇൻ്റർഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുന്നത്, ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. ഗ്രാഫിക് ഇൻപുട്ട് ഡിവൈസസ് ആർ പ്രൊവൈഡഡ് ടു CAD സിസ്റ്റം ടു ഫെസിലിറ്റേറ്റ് കൺവെൻഷണൽ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ user and the system. With the help of various types of input devices, the user complete a design task. Two type of information that can be input into the graphic system input, test and graphics. അപ്പോൾ ഗ്രാഫിക്സ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്സിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഇൻപുട്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡിസൈൻ ടാസ്കിൻ്റെ പെർഫോമൻസ് എല്ലാം ചെയ്യുന്നത് നമ്മൾ ഈ ഇൻപുട്ട് ഡിവൈസ് വെച്ചായിരിക്കും. അപ്പോൾ ഇൻപുട്ട് ഡിവൈസസ് തന്നെ രണ്ട് ടൈപ്പിലാണ് വരുന്നത്. ടെസ്റ്റായിട്ടും നമുക്ക് കൊടുക്കാം, അതേപോലെ ഗ്രാഫിക്സ് ആയിട്ടും കൊടുക്കാം. ടെസ്റ്റ് ഇൻപുട്ട് ഡിവൈസ് ആർ ദ ആൽഫ ന്യൂമറിക് കീബോർഡ്സ്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ആൽഫ ന്യൂമറിക് കീബോർഡ്സ് ആണ് ടെസ്റ്റ് ഇൻപുട്ട് ഡിവൈസസ്. ഗ്രാഫിക് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പം മൂന്ന് ടൈപ്പായിട്ടാണ് വരുന്നത്. കർസർ കൺട്രോൾ ഡിവൈസസ് ഓർ ലൊക്കേറ്റിംഗ് ഡിവൈസസ്, ഡിജിറ്റൈസേഴ്സ്, ഇമേജ് ഇൻപുട്ട് ഡിവൈസ് ഓർ ഇമേജ് സ്കാനേഴ്സ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ നെക്സ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ആദ്യമായിട്ട് കർസർ കൺട്രോൾ ഡിവൈസസ്. കർസർ കൺട്രോൾ ഡിവൈസ് ഈസ് എ ഗ്രാഫിക് സിസ്റ്റം ഈസ് ഓൾസോ കോൾഡ് ലൊക്കേറ്റിംഗ് ഡിവൈസ്. അപ്പോൾ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡിവൈസസിനാണ് എന്ന് പറയുന്നത് കർസർ കൺട്രോൾ ഡിവൈസസ് ഉള്ളത്. ദി ഡിവൈസസ് ആർ യൂസ്ഡ് ഫോർ two types of interaction in the CAD system. First one is to create and position new items in the computer graphics screen. കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് സ്ക്രീനിൽ പുതിയ ഐറ്റംസിനെ എന്ത് ചെയ്യാനും, ക്രിയേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐറ്റത്തിനെ പൊസിഷൻ ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കർസർ കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യാം. സെക്കൻഡ് അതിൻ്റെ ടൈപ്സ് എന്ന് പറയുന്നത് ടു പോയിൻ്റ് അറ്റ് അവർ അതർവൈസ് ഐഡൻറ്റിഫൈങ് ലൊക്കേഷൻ ഓൺ ദ സ്ക്രീൻ യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് എക്സിസ്റ്റിംഗ് ഇമേജസ്. എക്സിസ്റ്റിംഗ് ഇമേജസിൻ്റെ അത് പോയിൻറ്റിനെയോ അതിനുള്ളൊരു ലൊക്കേഷനെയോ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് എന്ത് യൂസ് ചെയ്യാം, കർസർ കൺട്രോൾ ഡിവൈസസ് യൂസ് ചെയ്യാം. ഇതിനകത്ത് വേരിയസ് ടൈപ്പ് ഓഫ് കർസർ കൺട്രോൾ ഡിസ്കസ് ആണ് എന്നത്. ഫസ്റ്റ് വൺ ഈസ് മൗസ്. മൗസ് വാസ് ഇൻവെൻറ്റഡ് ഇൻ ലേറ്റ് 1960s. ഡിവൈസ് ഈസ് പോപ്പുലർ ഡ്യൂ ടു ദ ഇറ്റ്സ് കൺവീനിയൻറ്റ് യൂസ് വിത്ത് ഐക്കൺസ് ആൻഡ് pop-up and pull-down menus in a computer graphics system. There are two types of mouses which are used is mechanical and optical. The mechanical mouse is a box with two metal wheels or rollers on the bottom. അപ്പോൾ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ടൈപ്പാണ് മെക്കാനിക്കൽ മൗസ് എന്ന് പറയുന്നത്. മെക്കാനിക്കൽ മൗസിനകത്ത് രണ്ട് മെറ്റൽ വീൽസ് അല്ലെങ്കിൽ റോളേഴ്സ് എന്നുണ്ടായിരിക്കും ബോട്ടത്തിൽ ഉണ്ടായിരിക്കും. The axis of these rollers axes are orthogonal in order to record the mouse motion in x and y directions. അപ്പോൾ അതിൻ്റെ ആക്സിസ് എന്ന് പറയുന്നത് ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ മെക്കാനിക്കൽ മൗസ് ഫിഗറിനകത്തുള്ള. അപ്പോൾ ഒരു റോളർ ഉണ്ടായിരിക്കും. ഈ റോളറിൻ്റെ ആക്സിസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ഇത് നമ്മൾ എക്സ് വൈ ഡയറക്ഷനിൽ ഇത് മൂവ് ചെയ്യുന്നത്. ദ മൂവ്മെൻറ്റ് ഓഫ് ദ മൗസ് ഇൻ എനി ഫ്ലാറ്റ് കോസ് ദ റൊട്ടേഷൻ. അപ്പോൾ മൗസ് മൂവ് ചെയ്യുമ്പോൾ എന്ത് പറ്റും, ഈ വീല് റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് എന്ത് പറ്റും, നമ്മൾ സ്ക്രീനിലുള്ള കർസർ മൂവ് ചെയ്തുകൊണ്ടിരിക്കും.
പ്രസ് ഓർ ക്ലിക്ക് ഇൻ ദ മൗസ് ബട്ടൺ ടു അസസ് ഫങ്ഷൻസ് ഓർ കമാൻഡ്. അപ്പോൾ നമ്മൾ ഇത് പ്രസ് ചെയ്യുകയോ ക്ലിക്ക് ചെയ്യുകയോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫങ്ഷൻസ് ഓർ കമാൻഡ്സിനെയൊക്കെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ടൈപ്പാണ് ഒപ്റ്റിക്കൽ മൗസ്. ഇതിനകത്ത് എന്താണ്? കർസറിനെ മൂവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊന്നൊരു ബീം ഓഫ് ലൈറ്റ് ഓൺ എ റിഫ്ലക്റ്റീവ് മൗസ് ബട്ടൺ. ഇതിനകത്ത് നമ്മളൊരു ബീം ഓഫ് ലൈറ്റ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പുഷ് ബട്ടൺസ് എന്തായിരിക്കും? മറ്റേതുപോലെ തന്നെ മൗണ്ട് ചെയ്തിരിക്കും. നമ്മൾ വേരിയസ് ഫങ്ഷൻസിനെയൊക്കെ എടുക്കാൻ വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് സെക്കൻഡ് കൊടുത്തിരിക്കുന്നതാണ് ഒരു ഒപ്റ്റിക്കൽ മൗസ്. അതൊരു ഒപ്റ്റിക്കൽ ലൈറ്റ് സോഴ്സ് കാണും. ആ ഒപ്റ്റിക്കൽ ലൈറ്റ് നമ്മുടെ മൗസ് പാഡിൽ വന്നിട്ട് റിഫ്ലക്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ പൊസിഷൻ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ലൈറ്റ് പെൻ. ലൈറ്റ് പെൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിൻറ്റിങ് അല്ലെങ്കിൽ ഒരു പിക്കിംഗ് ഡിവൈസാണ് എന്ന് പറയുന്നത് ലൈറ്റ് പെൻ എന്ന് പറയുന്നത്. നമുക്ക് ഏതെങ്കിലും ഒരു ഇമേജിനെ നമ്മൾ പോയിൻ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീനകത്ത് പിക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യും? ഈ ലൈറ്റ് പെൻ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി ടച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ക്രീനകത്ത് ടച്ച് ചെയ്യും. ഇതെന്ത് എന്ത് ചെയ്യും? ഈ ലൈറ്റ് പെൻസ് ലൈറ്റിനെ ഒന്നും പ്രൊജക്റ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഇതെന്ത് ചെയ്യാണ്? CRT സ്ക്രീനിലുള്ള ലൈറ്റിനെ ഇത് ഡിറ്റക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഒരു CRT സ്ക്രീനിലേക്ക് ലൈറ്റ് പെന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്ക്രീനിലുള്ള ലൈറ്റിനെ ഇത് ഡിറ്റക്റ്റ് ചെയ്യുന്നു. ദെൻ ഇത് നമുക്ക് റിഫ്രഷ് ടൈപ്പ് CRT സ്ക്രീനിൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റൂ, പക്ഷേ സ്റ്റോറേജ് ട്യൂബിനകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടെന്നാൽ റിഫ്രഷ് ട്യൂബ് ഈസ് ബീയിങ് ജനറേറ്റഡ് ഇൻ ടൈം സീക്വൻസ് ആൻഡ് ദിസ് ടൈം സീക്വൻസ് ഈസ് സോ ഷോർട്ട് ദാൻ ദ ഇമേജ് അപ്പിയേഴ്സ് കണ്ടിന്യൂസ്ലി ടു ദ ഹ്യൂമൻ ഐ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റിഫ്രഷ് ടൈപ്പ് CRTക്കകത്ത് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാര്യം. എന്തുകൊണ്ടെന്നാൽ ഈ ട്യൂബ് ജനറേറ്റ് ചെയ്യുന്നത് ടൈം സീക്വൻസ് എന്ന് പറയുന്നതായിരിക്കും വളരെ ചെറുതായിരിക്കും. നമ്മൾ ഹ്യൂമനൈയിൽ കിട്ടുന്നതിനെ കാണാൻ വേണ്ടിയിട്ട് ഇത് നമ്മളുടെ സീക്വൻസ് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഓരോ ഇമേജും ഫോം ചെയ്ത് വരുന്ന സീക്വൻസ് ഓഫ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അതിൻ്റെ ആ ഗ്യാപ്പ് എന്ന് പറയുന്നത് സീക്വൻസ് എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അതിനകത്ത് ഇത് യൂസ് ചെയ്യാനായിട്ടുള്ള കാര്യം. ബട്ട് ദ കമ്പ്യൂട്ടർ ഈസ് കേപ്പബിൾ ഓഫ് റീഡിങ് ദിസ് ടൈം സീക്വൻസ് ആൻഡ് ദ കമ്പ്യൂട്ടർ കോർഡിനേറ്റ് ദിസ് ടൈം വിത്ത് ദ പൊസിഷൻ ഓഫ് ദ പെൻ എഗൈൻസ്റ്റ് ദ സ്ക്രീൻ. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടറിൻ്റെ കഴിവുണ്ട്. ഈ പെൻ നമ്മൾ ഏത് സ്ക്രീനിൽ ഏത് പൊസിഷനാണ് വെക്കുന്നത് അതിനനുസരിച്ചിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ആ പർട്ടിക്കുലർ ഇമേജിനെ ഇത് ഡിറ്റക്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ലൈറ്റ് പെന്നെ നമ്മൾ ഒരു പുഷ് ബട്ടൺ കാണും, പെൻ ലെൻസ് കാണും, ഡിസ്പ്ലേ സ്ക്രീനിലേക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ഗ്രാഫിക് ഡിസൈൻ ഡിവൈസിൽ നമ്മളതിനെ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഈ ലൈറ്റ് പെൻ ഏതാണ് പൊസിഷൻ വേണ്ടതെന്നുള്ളത് ഡിറ്റക്റ്റ് ചെയ്ത് തരും. ഇപ്പോൾ ലൈറ്റ് പെന്നിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മോർ ഡയറക്റ്റ് ആൻഡ് പ്രിഷ്യസ് താൻ യൂസിങ് എ മൗസ്. മൗസ് യൂസ് ചെയ്യുന്നതിനേക്കാളും ഡയറക്റ്റാണ്. അപ്പോൾ നേരെ ഇതിൽ ടച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് വളരെ പ്രിസൈസ് ആയിരിക്കും. ലൈറ്റ് പെൻ ഈസ് ആൾസോ കൺവീനിയൻറ്റ് ഫോർ ആപ്ലിക്കേഷൻ വിത്ത് ലിമിറ്റഡ് ഡെസ്ക്ടോപ്പ് സ്പേസ്. ഇപ്പം ഡിസഡ്വാൻറ്റേജ് ഉള്ളതെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്പെഷ്യലി ഡിസൈൻഡ് മോണിറ്റേഴ്സിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ? ഈ ലൈറ്റ് പെൻസ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിൻറ്റിംഗ് ഡിവൈസാണ് ജോയ്സ്റ്റിക്ക്. ജോയ്സ്റ്റിക്ക് ഒരു കർസർ കൺട്രോൾ പോയിൻറ്റിംഗ് ഡിവൈസ് വിച്ച് ഈസ് വെർട്ടിക്കൽ ലിവർ മൗണ്ടഡ് ഓൺ എ ബേസ്. ഒരു ബേസിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന ഒരു വെർട്ടിക്കൽ ലിവറാണെന്ന് പറയുന്നത് ജോയ്സ്റ്റിക്ക് എന്ന് പറയുന്ന ഇമേജാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ദ മോഡേൺ ജോയ്സ്റ്റിക് ലിവേഴ്സ് ആൾസോ കണ്ടെയ്ൻ ബട്ടൺസ് കാൾഡ് ട്രിഗേഴ്സ്. മോഡേൺ ജോയ്സ്റ്റിക്സിൻ്റെ ആണ് സെക്കൻഡ് കൊടുത്തിരിക്കുന്ന ഇമേജ്. ആദ്യത്തേത് നമ്മൾ നോർമൽ ജോയ്സ്റ്റിക് ആയിരിക്കും. മോഡേൺ ജോയ്സ്റ്റിക്കിനകത്ത് ബട്ടൺസ് ആണ്. ബട്ടൺസ് നമ്മൾ പുഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അതൊരു ട്രിഗറായിട്ട് ആക്ട് ചെയ്യും. അതായത് അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കമാൻഡിനെ ആക്റ്റീവ് ആക്കാനായിട്ട് സാധിക്കും ഈ ബട്ടൺസിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. മെയിൻലി നമ്മൾ ജോയ്സ്റ്റിക്ക് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ഗെയിമിനകത്താണ് ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്യുക. അപ്പോൾ ജോയ്സ്റ്റിക്കിന് ഈ സ്റ്റിക്കിനെ നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? കർസറിൻ്റെ പൊസിഷൻ മൂവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നതായിരിക്കും. ജോയ്സ്റ്റിക്കിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഫാസ്റ്റ് ഇൻസ്ട്രക്ഷൻ വിത്ത് ദ കമ്പ്യൂട്ടർ സിസ്റ്റത്തിനകത്ത് ഫാസ്റ്റായിട്ട് നമുക്ക് ഇൻട്രാക്ഷൻസ് നടത്താനായിട്ട് സാധിക്കുന്ന സാധനമാണ് ഇത് ജോയ്സ്റ്റിക്ക്. ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു യൂസ് ടു സെലക്ട് ഒബ്ജക്റ്റ് അക്യുറേറ്റ്ലി ഓൺ ദ സ്ക്രീൻ. ഒബ്ജക്റ്റിനെ അക്യുറേറ്റായിട്ട് ജോയ്സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പോയിൻറ്റിംഗ് ഡിവൈസാണ് തമ്പ് വീൽ. നമുക്ക് രണ്ട് തമ്പ് വീൽ വേണം എന്ത് ചെയ്യാനായിട്ട്? സ്ക്രീനിനകത്ത് കർസറിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. വൺ തമ്പ് വീൽ കൺട്രോൾസ് ദ ഹൊറിസോണ്ടൽ പൊസിഷൻ ആൻഡ് അനദർ തമ്പ് വീൽ കൺട്രോൾസ് ദ വെർട്ടിക്കൽ പൊസിഷൻ.
അപ്പോൾ ഹൊറിസോണ്ടൽ പൊസിഷനെ കൺട്രോൾ ചെയ്യാൻ ഒരു തമ്പ് വീലും വെർട്ടിക്കൽ പൊസിഷനെ കൺട്രോൾ ചെയ്യാൻ ഒരു തമ്പ് വീലും വേണം. അപ്പോൾ തമ്പ് വീലിൻ്റെ ഇമേജാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് മേളിൽ റോളർ കാണും. ആ റോളറിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ കർസറിൻ്റെ പൊസിഷൻ ചേഞ്ച് ആയിക്കൊണ്ട് ഇരിക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ട്രാക്ക് ബാൾ. ട്രാക്ക് ബാൾ എന്ന് പറഞ്ഞൊരു സ്റ്റേഷനറി പോയിൻറ്റിങ് ഡിവൈസാണ്. ഇതിനകത്തൊരു ബോൾ കാണും. അതെന്ത് ചെയ്യും, അതിനെ നമ്മൾ ഫിംഗർ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, കർസറിൻ്റെ മൂവ്മെൻറ്റിനെ നമുക്ക് മൂവ് ചെയ്യുന്നത് ഏത് പൊസിഷനിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് ആ പൊസിഷനിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഫിംഗർ വെച്ചിട്ട് ആ ബോളിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യിക്കണം. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ഡെസ്ക് സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ട്രാക്ക് ബാൾ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് അക്യുറസി എന്തായിരിക്കും, മൗസിനേക്കാളും വളരെ കുറവായിരിക്കും. അതുപോലെ ഈ ബോൾ മെക്കാനിസത്തിനകത്ത് നമുക്ക് ഫ്രീക്വൻ്റ്ലി ക്ലീനിങ് ചെയ്യേണ്ടി വരും മൗസിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. നെക്സ്റ്റ് വൺ ഈസ് ഇലക്ട്രോണിക് ടാബ്ലറ്റ് ഓർ പെൻ. ഇലക്ട്രോണിക് ടാബ്ലറ്റ് ഓർ പെൻ എന്ന് പറയുമ്പം ഇലക്ട്രോണിക്കലി സെൻസിറ്റീവായിട്ടൊരു ടാബ്ലറ്റും അതിലൊരു സ്റ്റൈലസും കാണും. ഈ സ്റ്റൈലസിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാബ്ലറ്റിനൊരു ഫ്ലാറ്റ് സർഫസ് കാണും സെപ്പറേറ്റ് ഫ്രം ദ CRT സ്ക്രീൻ. CRT സ്ക്രീൻ കൂടെ തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ഫ്ലാറ്റ് സർഫസ് കാണും. നമ്മളൊക്കെ എന്ത് ചെയ്യും, ഡിസൈനർ എന്ത് ചെയ്യും, ഡ്രോ ചെയ്യേണ്ട കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഈ പെൻ വെച്ചിട്ട് ഈ ടാബ്ലറ്റിൻ്റെ മുകളിൽ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പ്യൂട്ടർ ഡേറ്റസിനകത്ത് ആർക്കിടെക്ട്സ് ഡിസൈൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടാബ്ലറ്റ് ആൻഡ് പെന്ന് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് ടച്ച് പാനൽസ്. ടച്ച് പാനൽ allows the display to object on the screen position to be selected with the touch of finger. ഫിംഗറിനെ ടച്ച് ചെയ്തിട്ട് നമുക്ക് സ്ക്രീനകത്ത് പൊസിഷൻ ചെയ്യാവുന്നതാണ് എന്ന് പറയുന്നത് ടച്ച് പാനൽസ്. ഇപ്പോൾ ഗ്രാഫിക്കൽ ഐക്കൺസ് ഓൺ ഗ്രാഫിക്കൽ കമാൻഡ്സ് ഓഫ് എ CAD സോഫ്റ്റ്വെയർസ് ക്യാൻ ബി സെലക്ടഡ് വിത്ത് ദ ടച്ച് ഓഫ് ഫിംഗർ. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു CAD സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പം അതിനകത്തെ കമാൻഡ്സിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഫിംഗർ വെച്ചിട്ട് ടച്ച് ചെയ്തിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണെന്ത് ടച്ച് panels. These panels are various types of touch sensing techniques such as optical or electrical sensing techniques. The cursor move to the location on the screen where the finger is touched. നമ്മൾ ഫിംഗർ എവിടെയാണോ ടച്ച് ചെയ്യുന്നത് അതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കർസറിനെ സ്ക്രീനിനുള്ളിൽ മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് വൺ ഈസ് ഡിജിറ്റൈസർ. ദ ഡിജിറ്റൈസർ ടാബ്ലറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഗ്രാഫിക് ടാബ്ലറ്റ്. ഡിജിറ്റൈസറിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഗ്രാഫിക് ടാബ്ലറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ഗ്രാഫിക് ഇൻപുട്ട് ഇൻ ടു ദ കമ്പ്യൂട്ടർ ആൻഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദ ഇൻട്രാക്റ്റീവ് ഗ്രാഫിക്കൽ ഓപ്പറേഷൻ ഓഫ് എ CAD. എ ടിപ്പിക്കൽ ഡിജിറ്റൈസറിൻ്റെ ഫ്രെയിമറാണ് നമ്മൾ താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തൊരു ഫ്ലാറ്റ് പ്ലേറ്റ് കാണും. ഈ ഫ്ലാറ്റ് പ്ലേറ്റ് ആയിരിക്കും നമ്മൾ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ്ഡ്, അല്ലെങ്കിൽ അതിൻ്റെ ഡ്രോയിങ്ങിനെയും ഒരു സിസ്റ്റത്തിനകത്ത് എൻ്റെ ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഡിവൈസ് ആയിരിക്കും യൂസ് ചെയ്യും. അപ്പം ഡിജിറ്റൈസേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അക്യുറേറ്റ്ലി മെഷർ ദ പൊസിഷൻ ഓഫ് ദ CAN cursor on the stylus with reference to the X and Y axis located on the tablet and to input the position to the CPU directly for further processing. കർസറിൻ്റെ പൊസിഷൻ നമ്മുടെ ടാബ്ലറ്റിൽ എവിടെയാണെന്നുള്ളത് XY ആക്സിസ് വെച്ചിട്ട് ഡിജിറ്റൈസർ എന്ത് ചെയ്യുന്നുണ്ട്, കറക്റ്റായിട്ട് പിക്ക് ചെയ്തിട്ട് അതിനെ എന്ത് ചെയ്യും, ഫർദർ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് CPU കൊടുക്കുന്ന സാധനമാണ് എന്തെന്ന് പറയുന്നത് ഡിജിറ്റൈസേഴ്സ് എന്ന് പറയുന്നത്. The coil in the digitizers generates voltage on the wires of the grid and the position of the puck or stylus can be found after analysis of the voltage. പിന്നെ നമുക്കൊരു കോയിൽ കാണാം ഡിജിറ്റൈസേഴ്സിനകത്ത്. ഈ കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വോൾട്ടേജിനെ ജനറേറ്റ് ചെയ്യും. എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൈലസോ അല്ലെങ്കിൽ പക്കോ പൊസിഷൻ എവിടെയാണോ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വോൾട്ടേജിനെ ജനറേറ്റ് ചെയ്തിട്ട് ഈ വോൾട്ടേജിനെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ CPU കൊടുക്കുന്നത്. Some tablets are provided the digital readout showing the coordinate. ഈ ഫിഗറിൽ കൊടുത്തിരിക്കുന്നതാണ് ഒരു ഡിജിറ്റൈസർ. നമുക്ക് വേണമെങ്കിൽ സ്റ്റൈലസ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ പക്കിനെ യൂസ് ചെയ്യാം. ഇപ്പോൾ ഗ്രാഫിക് ടാബ്ലറ്റ് അല്ലെങ്കിൽ ഡിജിറ്റൈസേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ടു ഡ്രൈവ് എ സ്ക്രീൻ കർസർ വിത്ത് ദ മൂവ്മെൻറ്റ് ഓഫ് പക്ക് ഓർ സ്റ്റൈലസ്, ടു സപ്പോർട്ട് എ മെനു കാർഡ് ഫോർ സെലക്ടിങ് ഓപ്ഷൻസ്, ടു ഇൻപുട്ട് ഷേപ്സ് ഫ്രം ഡ്രോയിങ്സ്, to provide a natural means of sketching for designing.
Digitizers are specified by board size, resolution of the screen and number of leaves. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എ സ്റ്റൈലസ് ക്യാൻ ബി പോയിന്റ് ടു ഡിഫറെൻറ്റ് പൊസിഷൻ ഓൺ ദ ടാബ്ലറ്റ്. ഡിസഡ്വാൻറ്റേജ് സ്റ്റൈലസ് ആൻഡ് എ ഗ്രാഫിക് ടാബ്ലറ്റ് നോർമലി ഹാവ് ടു വർക്ക് ടുഗദർ ആൻഡ് കനോട്ട് വർക്ക് സെപ്പറേറ്റ്. ഇതിനകത്ത് ടാബ്ലറ്റും നമ്മുടെ ഗ്രാഫിക് ടാബ്ലറ്റും സ്റ്റൈലസും എന്തായിരിക്കണം, ഒരേപോലെ വർക്ക് ചെയ്യണം. ആണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമേജ് ഇൻപുട്ട് ഡിവൈസുകളെ കുറിച്ചാണ്. ഇമേജ് ഇൻപുട്ട് ഡിവൈസിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം യൂസ് ചെയ്യുന്നതാണെന്ത്, ഇമേജ് സ്കാനർ. നമ്മൾ കോമൺലി കണ്ടുവരുന്ന സ്കാനേഴ്സ്. ഇപ്പോൾ സ്കാനർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് സെൻസിങ് ഇൻപുട്ട് ഡിവൈസാണ്. ഇത് കൺവേർട്ട് ചെയ്യുന്ന എന്താണ്, പ്രിൻറ്റഡ് ടെക്സ്റ്റ് ആൻഡ് ഗ്രാഫിക്സ് ഇൻറ്റു എ ഡിജിറ്റൽ ഫോം. അപ്പോൾ ഇതിന് നമ്മൾ കൊടുക്കുന്ന പ്രിൻറ്റഡ് ടെക്സ്റ്റുകളെയും ഗ്രാഫിക്സൽ ഇമേജസിനെയൊക്കെ എന്ത് ചെയ്യുന്നു, ഡിജിറ്റൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. അതിന് എന്ത് ചെയ്യണം, ഡിജിറ്റൽ ഫോമിലാക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ കമ്പ്യൂട്ടറിനത് പിന്നെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി. അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇമേജ് സ്കാനർ. The gradations of grayscale or color are then recorded and stored in the array. This image can be then processed to apply transformations such as scale, rotate, crop or the picture or modify the array representation of the picture. അപ്പോൾ നമ്മളിതിനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സ്കെയിൽ ചെയ്യുകയോ റൊട്ടേറ്റ് ചെയ്യുകയോ ക്രോപ്പ് ചെയ്യുകയോ അങ്ങനത്തെ ഏത് ഓപ്പറേഷൻ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. രണ്ട് ടൈപ്പ് ഓഫ് സ്കാനേഴ്സാണ് യൂസ് ചെയ്യുന്നത്. ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ കോപ്പി മെഷീനെ പോലെ വർക്ക് ചെയ്യുന്ന ടൈപ്പിലാണ് എന്ത് പറയുന്നത്, ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ കോപ്പി മെഷീനകത്ത് പേപ്പർ കോപ്പി എടുക്കുന്നതിന് പകരമായിട്ട് ഇതിനൊരു ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്ത സാധനമാണെന്ന് പറയുന്നത് ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്ന് പറയും. സെക്കൻഡ് ടൈപ്പ് ഓഫ് ഇമേജ് സ്കാനറാണ് ഹാൻഡ് ഹെൽഡ് സ്കാനർ എന്ന് പറയും. ഇതെന്ന് പറയുമ്പം മാനുവലി നമ്മൾ എന്ത് ചെയ്യണം, ഈ സ്കാനറിനെ ഇമേജിൻ്റെ മുകളിൽ കൂടെ പാസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പാസ് ചെയ്യുമ്പം ആ ഇമേജിനെ എന്ത് ചെയ്യും, ഇത് സ്കാൻ ചെയ്യും. അപ്പോൾ നമ്മൾ സ്മോൾ ഇമേജസിനെയൊക്കെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഹാൻഡ് ഹെൽഡ് സ്കാനർ യൂസ് ചെയ്യുന്നത്. അതായത് സിഗ്നേച്ചേഴ്സ്, ലോഗോസ്. അപ്പോൾ ഇതിൻ്റെ സൈസ് വളരെ കുറവായിരിക്കും, എക്സ്പെൻസീവ് ആയിരിക്കും. അതേപോലെ ഫ്ലാറ്റ് ബെഡ് സ്കാനറിനേക്കാളും വളരെ പോർട്ടബിളും ആയിരിക്കും. അതിനാണ് ഇമേജാണ് നമ്മൾ ഈ താഴെ കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് കീബോർഡ് ടെർമിനൽസ്. ദ കീബോർഡ് ഈസ് എ പ്രൈമറി മീൻസ് ഓഫ് ഇൻപുട്ടിങ് ആൽഫാന്യൂമറിക് ഡേറ്റ ഇൻ ടു ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിനുള്ളിലേക്ക് ആൽഫാന്യൂമറിക് ഡേറ്റാസിനെ കൊടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കീബോർഡ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് ടൈപ്പ് റൈറ്റർ കീബോർഡ്. സെവറൽ ഫോംസ് ഓഫ് കീബോർഡ് ടെർമിനൽസ് ആർ അവൈലബിൾ ഇൻ CAD board. The most familiar type of alphanumeric terminal which is available with nearly all alternative graphic systems. This can be either a CRT or a hard copy terminal. Hard copy terminal prints on the paper. The CRT has the advantage because it has fast and speed and has ability to easily edit. Also, it avoids large volumes of paper. If a permanent record is required, then it has to be created with a hard copy terminal. Many CAD system displays alphanumeric data on the graphic screen, but sometimes a separate CRT terminal is used to display the alphanumeric data so that it should not be override the image on the graphic screen. The alphanumeric terminal is used to input various commands, different functions or other data to the CAD system. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന ഒരു example of an alphanumeric keyboard. A standard computer keyboard is called as QWERTY keyboard because of the layout of its typing area which is similar to that of a typewriter. നമ്മൾ കീബോർഡ് യൂസ് ചെയ്യുന്നത് ആൽഫാന്യൂമറിക് വാല്യൂസിനെ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഈ ആൽഫാന്യൂമറിക് വാല്യൂസ് ആയിരിക്കും നമ്മളുടെ ഡിസൈനിൻ്റെ ഫുൾ ഡീറ്റെയിൽസിനെ തരുന്നത്. ചില സമയങ്ങളിൽ നമ്മൾ എന്താണ് സെപ്പറേറ്റ് സ്ക്രീനിലായിരിക്കും ഈ ആൽഫാന്യൂമറിക് വാല്യൂസിനെ കാണിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരേ സ്ക്രീനിൽ ഇമേജിൻ്റെ മുകളിൽ ഓവർ റൈറ്റ് ആയിട്ട് വരായിരിക്കും. ചില കേസിൽ നമ്മളിതിന് എന്ത് ചെയ്യുന്നുണ്ട്, പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് സ്പീച്ച് കൺട്രോൾ ഡിവൈസ്. Speech or voice control device is used in some graphics workstation as input devices to accept voice command. നമ്മൾ വോയിസ് കമാൻഡ് കൊടുത്തിട്ട് ചെയ്യുന്നതിനാണെന്ന് പറയുന്നത് സ്പീച്ച് കൺട്രോൾ ഡിവൈസസ് എന്ന് പറയുന്നത്. ദി വോയിസ് സിസ്റ്റം ഇൻപുട്ട് ഈസ് യൂസ്ഡ് ടു ഇനിഷ്യേറ്റ് സം ഗ്രാഫിക് കമാൻഡ് ഓർ ടു എൻ്റർ ഡേറ്റ. അപ്പോൾ അതിനകത്തൊരു വോയിസ് സിസ്റ്റം ആയിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട്. നമുക്ക് ഏതെങ്കിലും ഒരു പ്രോസസ്സിനെ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ ഗ്രാഫിക് കമാൻഡിനെയോ ഗ്രാഫിക് ഡേറ്റാസിനെയോ ഇനിഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു വോയിസ് സിസ്റ്റത്തിനെ ആയിരിക്കും അത് സ്റ്റോർ ചെയ്ത്. അപ്പോൾ ഇൻപുട്ട് വോയിസ് ഈസ് മാച്ച്ഡ് അഗൈൻസ്റ്റ് ദ പ്രീ ഡിഫൈൻഡ് ഡിക്ഷണറി ഓഫ് വേർഡ്സ് ആൻഡ് കമാൻഡ്സ്. അപ്പോൾ നമ്മളിതിനകത്ത് ഓൾറെഡി ഒരു പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള
വേഡ്സിൻ്റെ ഒരു ഡിക്ഷണറി ഉണ്ടായിരിക്കും, കമാൻഡ്സ്, വേഡ്സ് ഓഫ് കമാൻഡ്സിൻ്റെ ഒരു ഡിക്ഷണറി ഉണ്ടായിരിക്കും. അപ്പോൾ അതുമായിട്ട് നമ്മൾ കൊടുക്കുന്ന വോയിസ് മാച്ച് ആകുമ്പം ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ എന്ത് ചെയ്യും, ആക്ടിവേറ്റ് ചെയ്യും. ദ ഡിക്ഷണറി ഈസ് സെറ്റപ്പ് ഇൻ ദ ക്യാഡ് സിസ്റ്റം ഫോർ എ പർട്ടിക്കുലർ ഓപ്പറേറ്റർ. ഒരു പർട്ടിക്കുലറായിട്ടുള്ള ഓപ്പറേറ്റർക്ക് വേണ്ടിയായിരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഡിക്ഷണറി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ടു സെറ്റപ്പ് ദ ഓപ്പറേറ്റർ സ്പീക്സ് ദ കമാൻഡ് വേർഡ്സ് which are to be used into the system. Each word is spoken many times and the CAD system analyzes the word and then a frequency pattern is established for that particular word and is stored in the dictionary along with the corresponding function to be performed. നമ്മളൊരു ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പെർഫോം ചെയ്യണമെങ്കിൽ ആ പെർഫോം ചെയ്യാനായിട്ടുള്ള വേർഡിനെ നമ്മൾ കുറേ തവണ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെ ഫ്രീക്വൻസിയും ആ ഡിഫറെൻറ്റ് ഫ്രീക്വൻസിയൊക്കെ നോക്കിയിട്ട് ഒരു ഫ്രീക്വൻസി പാറ്റേൺ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിന് ശേഷം അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കും. ദിസ് പ്രോസസ് ഈസ് കാൾഡ് ആസ് വോയിസ് ട്രെയിനിങ് ഓർ സ്പീച്ച് ട്രെയിനർ. Later, when the voice command is given by the operator, the system searches the dictionary for frequency pattern match. Usually, microphones are used to give the voice input. നമ്മളിതിനെ ഡിക്ഷണറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. സ്റ്റോർ ചെയ്തതിന് ശേഷം നമുക്ക് എപ്പോഴാണ് ഈ കമാൻഡ് വേണ്ടത്, അപ്പോൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിസൈനർ അല്ലെങ്കിൽ ഓപ്പറേറ്റർ ഇത് ഈ കമാൻഡിനെ ഇതിനകത്തൊരു മൈക്രോഫോൺ വെച്ചിട്ട് സ്പീക്ക് ചെയ്യുന്നു. അപ്പോൾ എന്ത് ചെയ്യും, ആ പർട്ടിക്കുലർ ഫ്രീക്വൻസിയെ വെച്ചിട്ട് ഇത് ഡിക്ഷണറിക്കകത്ത് സെർച്ച് ചെയ്തിട്ട് ആ കമാൻഡ് എടുത്തിട്ട് ആ പർട്ടിക്കുലർ ഓപ്പറേഷനെ ഇത് ഇനിഷ്യേറ്റ് ചെയ്യിക്കും. ഇഫ് the same system has to be used by different operators, then the speech training should be done against with the operator's voice.